നിർണായകമായ ഭരണഘടനയുടെ 130ാം ഭേദഗതി ബിൽ അമിത്ഷാ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. വലിയ പ്രതിഷേധമാണ് സഭയിൽ അരങ്ങേറിയത്. 2 തവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു. ആ നിർത്തിവെച്ച സഭ 5 മണിക്ക് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം അതിരൂക്ഷമായ വിമർശനവും പ്രതിഷേധവും ഈ ബില്ലിനെതിരെ ഉയർത്തുകയാണ്. ഈ ബിൽ കീറി അമിത്ഷായുടെ മുഖത്തെറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിച്ചത്. മാത്രവുമല്ല, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സഭയുടെ നടുത്തളത്തിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഇത് ഫെഡറലിസത്തെ തകർക്കാൻ ഉള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ബിൽ എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമായും ആ ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടന നൽകുന്ന ഉറപ്പുകൾ ലംഘിക്കുന്നതാണ് ബിൽ തുടങ്ങിയ പല വിമർശനങ്ങളും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും 30 ദിവസത്തിൽ കൂടുതൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ എന്നിവർക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വരുന്ന നിർണായകമായ ബില്ലാണ് ഇപ്പോൾ അമിത്ഷാ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 31ാം ദിവസം സ്വാഭാവികമായി തന്നെ ആ അധികാരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്ന ബില്ലാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ അവരിലേക്ക് ചുമത്തപ്പെടുകയാണ് എങ്കിൽ കസ്റ്റഡിയിലിരിക്കുന്ന കാലാവധിയിൽ തന്നെ 30 ദിവസം കഴിഞ്ഞാൽ അവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം. ഒന്നുകിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അധികാരം നഷ്ടപ്പെടും എന്നതാണ് സാഹചര്യം. ഇത് ഫെഡറലിസത്തേക്കുള്ള കടന്നുകയറ്റം എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങേയറ്റം വാഗ്വാദങ്ങൾ നിറഞ്ഞതായിരുന്നു 2 തവണയും സഭ ചേർന്നപ്പോഴുള്ള സാഹചര്യം. ഇപ്പോഴും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നു പ്രതിപക്ഷം സഭയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃണമൂൽ അംഗങ്ങളാണ് ബിൽ കീറിയെറിഞ്ഞ് ഇന്ന് സഭയിൽ പ്രതിഷേധിച്ചത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ ഇന്ന് സഭയിൽ കണ്ടു. അപ്പോൾ സഭയുടെ നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധം കാണാം. ഈ രീതിയിൽ കടുത്ത വിമർശനമാണ്, പ്രതിഷേധമാണ് സഭയിൽ ബില്ലിനെതിരെ ഉയർന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ബഹളം തുടരുന്നതിനിടയിലും ഈ ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അമിത്ഷാ പൂർത്തിയാക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് വായിക്കുന്നുണ്ടായിരുന്നു സഭയിൽ. അതിനുശേഷം ഈ ബിൽ JPCക്ക് വിടുന്നത് നേരത്തെ തന്നെ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ്. ഇരു സഭകളുടെയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ ബില്ല് വിടുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ്. ആ കാര്യവും സഭയെ അമിത്ഷാ അറിയിക്കുന്നു. പക്ഷേ അതിനുശേഷവും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നതാണ് നമ്മൾ സഭയിൽ കണ്ടത്. അമിത്ഷായോടായിരുന്നു KC വേണുഗോപാലിന്റെ ചോദ്യം. താങ്കൾക്കെതിരെയും കേസുള്ളതല്ലേ, താങ്കൾ രാജിവെക്കുമോ എന്ന ചോദ്യം KC വേണുഗോപാൽ സഭയിൽ അമിത്ഷായ്ക്കെതിരെ ഉന്നയിക്കുമ്പോൾ താൻ ആ കാലഘട്ടത്തിൽ മാറി നിന്നു എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത്. താൻ അധികാരത്തിൽ നിന്ന് മാറി നിന്നാണ് ആ കേസിനെ നേരിട്ടത്. അതിനുശേഷമാണ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന കാര്യം അമിത്ഷാ സഭയിൽ പറഞ്ഞു. Sir, BJP people are telling this bill is to bring morality in politics. Can I ask a question to the Honorable Home Minister? When he was the Home Minister of Gujarat, he had been arrested, sir. Whether he took the morality of that point of time? मुझे सुनो जरा, मुझे सुनो ना, पहले बैठ जाओ। माननीय अध्यक्ष जी, मैं रिकॉर्ड क्लियर करना चाहता हूं। मुझ पर झूठे आरोप लगाए तब अरेस्ट होने के पहले मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया, और जब तक मैं कोर्ट से निर्देश नहीं हुआ कोई संविधान को मैंने स्वीकार नहीं किया। ये क्या सिखाते हैं नैतिकता में?
അറസ്റ്റിലായ വ്യക്തിയല്ലേ താങ്കൾ മാറി നിൽക്കുമോ എന്ന ചോദ്യത്തിനാണ് കേസെടുത്തപ്പോൾ തന്നെ മാറി നിന്നു എന്ന കാര്യം അമിത്ഷാ സഭയിൽ സൂചിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് സർക്കാർ ഈ ബിൽ അവതരിപ്പിക്കുന്നതിലൂടെ, ബിൽ പാസ്സാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വലിയ ആരോപണം. എന്തായാലും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സഭയിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. സംസ്ഥാനങ്ങളുടെ അധികാരം കവരാനാണ് ശ്രമിക്കുന്നത്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഇത് എന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. നാളെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഏത് തരത്തിലുള്ള കേസും ചുമത്താം, ശിക്ഷിക്കപ്പെടാതെ 30 ദിവസത്തേക്ക് ജയിലിലിടാം, അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പുറത്താക്കാനും കഴിയുന്ന തരത്തിലാണ് ഈ ബിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പ്രിയങ്ക ആരോപിക്കുന്നു. It goes against everything, and to couch it as a measure which is being taken anti-corruption is just to pull a veil across the eyes of the people, because what it basically allows a government to do is to put you don't even have to be convicted. Tomorrow you can put any kind of case on a chief minister and put him in jail for have him arrested for 30 days without even him being convicted, and then he ceases to be chief minister. It's there plain for everybody to see. So I think that it's absolutely wrong. It's anti-constitution. It's against our constitution. It's undemocratic, and it's very unfortunate. ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് ബിൽ എന്നതാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. സഭയിൽ പ്രതിപക്ഷ നേതാക്കളെല്ലാം, പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയിൽ ഉയർന്നു. ഒരു ഘട്ടത്തിൽ അത് കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്നതും നമ്മൾ സഭയിൽ കണ്ടതാണ്. സഭ നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് ചേർന്നത് 3 മണിക്കാണ്. 3 മണിക്ക് ഈ പ്രതിഷേധം ഒരു സംഘർഷത്തിന്റെ വക്കോളം എത്തുന്ന സാഹചര്യമുണ്ടായി. JPCക്ക് വിടുന്നു ബിൽ എന്ന കാര്യം അമിത്ഷാ സൂചിപ്പിച്ചതിന് ശേഷവും സഭാ തലത്തിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറി. അതിനെ തുടർന്നാണ് സഭ പിന്നീട് 5 മണിവരെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. अनुमति प्रदान की जाती है विरोध में माननीय अध्यक्ष जी, माननीय सदस्य, സഭ നിർത്തിവെച്ചിട്ട് ചേർന്ന ഉടൻ തന്നെ വലിയ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഈ രീതിയിൽ വലിയ പ്രതിഷേധം സഭയിൽ ഉയരുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ഉയർത്തുന്ന ഈ പ്രതിഷേധത്തിൽ പക്ഷേ അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ശശി തരൂരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടാണ്. കഴിഞ്ഞ കുറെ വിഷയങ്ങളിലായി നമ്മൾ കണ്ടതാണ് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാട് ശശി തരൂർ സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിലും ശശി തരൂരിന്റേത് വ്യത്യസ്തമായ നിലപാടാണ്. താൻ ഒരു കുഴപ്പവും ഈ ബില്ലിൽ കാണുന്നില്ല എന്നതാണ് ശശി തരൂർ പറഞ്ഞത്. മാത്രവുമല്ല, ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി 30 ദിവസത്തിലധികം ജയിലിലായാൽ പിന്നെ എങ്ങനെ ആ അധികാര സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ശശി തരൂർ ചോദിക്കുന്നു. അതൊരു കോമൺ സെൻസ് അല്ലേ എന്ന കാര്യമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചത്. No, as far as I'm concerned, I don't know those bills well enough to give you a comment. On the face of it, it seems reasonable that anyone who does anything wrong should be liable to punishment and should not be holding a high constitutional office or a political office. I think that makes sense. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അവസാനിക്കാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു നിർണായകമായ ബില്ല് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് ഇടവ നൽകും ഈ ബില്ല് എന്നത് നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതാണ്. സമാനമായ നിലകളാണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടും ഇരിക്കുന്നത്. മാത്രവുമല്ല, ഈ ബിൽ ഇത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് പോലും ബാധകമാകുന്ന ബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണപക്ഷം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങൾ നീതിയുക്തമായി പോകുന്നു എന്നത് ഉറപ്പാക്കാനാണ് ഈ നീക്കം എന്നത് അവർ പറയുന്നു. പ്രധാനമന്ത്രിക്ക് പോലും ബാധകമാകുന്നതിനെ എന്തിന് പ്രതിപക്ഷം എതിർക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഫെഡറൽ സംവിധാനത്തിൽ കടന്നു കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നത്. മാത്രവുമല്ല, നമ്മുടെ നിയമ സംവിധാനത്തിൽ പോലും പറയുന്നത് ഈ ഒരാൾ കുറ്റവാളി എന്ന് വിധിക്കപ്പെടുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല, അയാളെ കുറ്റവാളിയായി കണക്കാക്കരുത് എന്നതാണ്. അപ്പോൾ കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളെ എങ്ങനെ കുറ്റവാളിയായി കണക്കാക്കാനും ഈ അധികാരം ഒഴിയണമെന്ന് നിർബന്ധിക്കാനും കഴിയും? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നതാണ്. നമുക്കറിയാം, അന്വേഷണ സംവിധാനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ
നിയന്ത്രിക്കുന്നു, അവരെ ഉപയോഗിച്ച് ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന വിമർശനം കാലാകാലങ്ങളായുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെ നടന്ന നീക്കവും അതുതന്നെ എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ നടക്കുമ്പോൾ, അതിന് ഭരണഘടനാ സ്ഥാപനങ്ങൾ വരെ ഉപയോഗിക്കപ്പെടുമ്പോൾ, അന്വേഷണ ഏജൻസികളെ ആ രീതിയിൽ ദുരുപയോഗിക്കുമ്പോഴൊക്കെ എങ്ങനെ ഈ ഒരു ബിൽ കൂടി പാസ്സാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കും എന്നതാണ് ഉയർന്ന സംശയം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ ആശങ്കയുയർത്തുന്നതും മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ബിൽ കൊണ്ടുവരുമ്പോൾ അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. എന്തായാലും കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. JPCക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നതാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട്. കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് കാണാം. എന്തായാലും സഭ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ സഭയിൽ ബഹളമായിരുന്നു. അതിനെ തുടർന്ന് സഭ ഇപ്പോൾ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. നാളെയും വിഷയം സഭയിൽ ഉയരും, പ്രതിപക്ഷ പ്രതിഷേധവും ഉയരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.